ഹായ് ഫ്രണ്ട്സ്, അക്കൗണ്ടിംഗ് ബേസിക്സിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ഭാഗം കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ആദ്യ വീഡിയോ കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് ടോപ്പിക്സ് ആണ്. ആദ്യമായി അക്കൗണ്ടൻസി വേഴ്സസ് അക്കൗണ്ടിംഗ് വേഴ്സസ് അക്കൗണ്ട്, ദെൻ ബുക്ക് കീപ്പിംഗ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസി, അക്കൗണ്ടിംഗ്, അക്കൗണ്ട്, ഈ മൂന്ന് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സാധാരണ രീതിയിൽ പലപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യമാണ് അക്കൗണ്ടൻസിയും അക്കൗണ്ടിങ്ങും ഒന്നാണോ, ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ. പല സമയത്തും നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരേപോലെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്ന ടേംസ് ആണ് അക്കൗണ്ടൻസി, അക്കൗണ്ടിങ് പോലുള്ളത്. എന്നാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കൽ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യമാണ്. ആദ്യം എന്താണ് അക്കൗണ്ടൻസി എന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് അക്കൗണ്ടൻസി എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം: അക്കൗണ്ടൻസി ഈസ് എ ബോഡി ഓഫ് നോളജ്. അതായത് മെഡിസിൻ, എൻജിനീയറിംഗ്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി എന്നുള്ളതും ഒരു ബോഡി ഓഫ് നോളജ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് നമുക്ക് പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് ഈ ബോഡി ഓഫ് നോളജിൽ അല്ലെങ്കിൽ ഈ ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അക്കൗണ്ടൻസി എന്ന ഈ ബോഡി ഓഫ് നോളജിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നത് തിയറീസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട തിയറികൾ, പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് അക്കൗണ്ടിങ് ചെയ്യേണ്ടത്, അക്കൗണ്ടിൻ്റെ പ്രാക്ടീസ് എങ്ങനെയായിരിക്കണം, ഈ കാര്യങ്ങളൊക്കെയാണ് അക്കൗണ്ടൻസി എന്ന ഈ ബോഡി ഓഫ് നോളജ് നാം പഠിക്കുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടൻസി എന്ന ഈ ടേമിന് നൽകിയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പരിശോധിക്കാം. According to Kohler, accountancy refers to the entire body of theory and practice of accounting. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അക്കൗണ്ടൻസി എന്നുള്ളത് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തിയറീസും അതിൻ്റെ പ്രാക്ടീസും ഡിസ്കസ് ചെയ്യുന്ന ഒരു ബോഡി ഓഫ് നോളജ് ആണ്. അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന തിയറീസ്, പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം എവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, മെഡിസിനുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് പഠിക്കുന്ന കാര്യങ്ങൾ അവർ പല രോഗികളെ ചികിത്സിക്കാൻ, പല രോഗങ്ങളുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ നമ്മൾ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ഈ തിയറീസ്, പ്രിൻസിപ്പിൾസ്, ഇതെല്ലാം നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്നുള്ളത് കൂടുതൽ റിലേറ്റഡ് ആയിരിക്കുന്നത് ബിസിനസ്സുമായിട്ടാണ്. ബിസിനസ്സിൻ്റെ ഏതെല്ലാം ഫീൽഡിൽ അക്കൗണ്ടൻസിയുടെ തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പ്രധാനമായും ബിസിനസ്സിൻ്റെ 3 മേഖലകളിലാണ് അക്കൗണ്ടൻസിയുടെ തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്: ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്. ഈ 3 ഫീൽഡുകളിലാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അക്കൗണ്ടൻസിയുടെ തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്യുന്നത്. അക്കൗണ്ടൻസിയുടെ തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് അതിൻ്റെ യൂസേഴ്സിന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്? ഒരു ബോഡി ഓഫ് നോളജ് അല്ലെങ്കിൽ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന നിലയിൽ അക്കൗണ്ടൻസി എന്ന ഈ ഡിസിപ്ലിന് ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഡിറൈവ് ചെയ്യാൻ കഴിയുമോ? നമുക്കറിയാം, തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഇത് മനസ്സിലാക്കിയത് മാത്രം ഒരിക്കലും നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ലഭ്യമാകില്ല. അതിനായി ഈ തിയറികളെയും പ്രിൻസിപ്പിൾസിനെയും നമ്മൾ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ലഭ്യമാക്കുന്നത് അക്കൗണ്ടിങ് എന്ന പ്രോസസ്സിലൂടെയാണ്. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ഈ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളത് ഒന്ന് നോക്കാം. അക്കൗണ്ടിങ് എന്ന ടേമിന് നൽകിയിട്ടുള്ള ഡെഫിനിഷൻസിനെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം: അക്കൗണ്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്, റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. അതായത് അക്കൗണ്ടിങ് എന്നുള്ളത് ഐഡൻറ്റിഫൈയിങ്, മെഷറിങ്,
റെക്കോർഡിംഗ് അങ്ങനെ തുടങ്ങി പല സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന വലിയൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൻ്റെ ഭാഗമായി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അക്കൗണ്ടൻസിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസും പ്രിൻസിപ്പിൾസുമാണ്. അപ്പോൾ നമുക്ക് പറയാം അക്കൗണ്ടൻസിയുടെ ഒരു പ്രാക്ടിക്കൽ സ്റ്റേജാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു പല സ്റ്റേജിൽ പല സ്റ്റെപ്സുകൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് ഐഡൻറ്റിഫൈങ്. എന്താണ് ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനാദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം അത് റെക്കോർഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ അക്കൗണ്ടൻസിയുടെ ഭാഗമായിട്ട് പഠിക്കുന്ന തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിനുശേഷം അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മെഷറിംഗ് എന്നുള്ളതാണ്. മെഷറിംഗ് എന്താണ് മെഷർ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസിനും എന്താണ് വാല്യൂ അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ വാല്യൂ, ആ വാല്യൂ നമ്മൾ മോണിറ്ററി വാല്യൂവിൽ മെഷർ ചെയ്യുമ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അക്കൗണ്ടൻസിയുടെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റേജ് എന്നുള്ളത് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്നുള്ളത് നമ്മൾ സാധാരണ ഒരു ബുക്ക് റെക്കോർഡ് ചെയ്യുന്ന പോലെയല്ല. ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് അവിടെയും അക്കൗണ്ടൻസിയുടേതായ തിയറീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അവർ പറയുന്ന പോലെ നമ്മൾ പ്രോപ്പറായ രീതിയിൽ ആ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത സ്റ്റേജ് ആയിട്ട് വരുന്നത് ക്ലാസിഫയിങ് എന്ന സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച എല്ലാ ട്രാൻസാക്ഷൻസിനെയും അതിൻ്റെ നാച്ചുറലിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഹെഡിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതായത് ഒരേ നാച്ചുറലിനെ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. എക്സാമ്പിളായിട്ട് ഒരു ബിസിനസ്സിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒരുപാട് പർച്ചേസ് നടന്നിട്ടുണ്ടാവും. അത് പല സമയങ്ങളിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആ പർച്ചേസിനെ മുഴുവൻ പർച്ചേസ് അക്കൗണ്ട് എന്നൊരു ഹെഡിൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അക്കൗണ്ടിങ്ങിൻ്റെ ഭാഷയിൽ ഇതിനെ ലെഡ്ജർ പ്രിപ്പറേഷൻ എന്നുള്ളതാണ് പറയുക. അടുത്തത് സമ്മറൈസിങ് എന്ന സ്റ്റേജാണ്. ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്ത ഡാറ്റയുടെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സമ്മറി പ്രിപ്പയർ ചെയ്യുക. ഇവിടെ സമ്മറി എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനാണ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങി ഒരു ബിസിനസ്സിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് സമ്മറൈസിങ് എന്ന സ്റ്റേജിൽ ചെയ്യുന്നത്. അടുത്തത് അനലൈസിങ് എന്ന സ്റ്റേജാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ റിസൾട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുകയാണ്. അനാലിസിസിന് ശേഷം വരുന്ന സ്റ്റേജ് ഇൻ്റർപ്രറ്റിംഗ് എന്നുള്ളതാണ്. ഇവിടെ അക്കൗണ്ടൻറ്റ് ചെയ്യുന്നത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ അക്കൗണ്ടൻറ്റിന് മുന്നിൽ ഫൈനൽ അക്കൗണ്ട്സിന് ശേഷം അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയെ യൂസേഴ്സിന് ഹെൽപ്ഫുള്ളായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് യൂസേഴ്സിന് ഹെൽപ്ഫുള്ളായ ഫോർമാറ്റിൽ ആ ഡാറ്റയെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ടൻറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സ് ഫൈനൽ അക്കൗണ്ട്സിന് ശേഷം അവരുടെ കയ്യിലുള്ള ഫാക്ട്സ് ആ ഫാക്ട്സ് നമ്മൾ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇൻ്റർപ്രറ്റിംഗ് എന്ന സ്റ്റേജിൽ അക്കൗണ്ടൻറ്റ് ചെയ്യുന്നത്. അടുത്തത് കമ്മ്യൂണിക്കേറ്റിംഗ് എന്നുള്ള സ്റ്റേജാണ്. ഈ സ്റ്റേജിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അത് ആരാണോ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിൻ്റെ യൂസേഴ്സ് അവർക്ക് പ്രോപ്പറായ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടൻസി എന്ത് അക്കൗണ്ടിങ് എന്ത് ഈ രണ്ട് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതായി അക്കൗണ്ടിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ടേം ജസ്റ്റ് കൊമേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസിയുമായി മാത്രം ബന്ധപ്പെട്ടുള്ള ഒരു ടേം അല്ല. നമ്മൾ റിയൽ ലൈഫിൽ പല സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ടേം നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാറുണ്ട്. ബാങ്കുകളുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ട് അങ്ങനെ പല ടേംസ് നമ്മൾ അക്കൗണ്ട് എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്താണ് നമ്മൾ അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടേം അക്കൗണ്ട് മീൻ ചെയ്യുന്നത് നമ്മൾ അറിയണം. അക്കൗണ്ട് എന്നുള്ളതിൻ്റെ മീനിങ് നമുക്കിങ്ങനെ പറയാം. ഇൻ അക്കൗണ്ടിങ് an account is a record in the general ledger that is used to sort and store transactions. അക്കൗണ്ടിങ് എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാം ബിസിനസ്സിൻ്റെ ഓരോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് നടക്കുന്നത് ബിസിനസ്സിൻ്റെ ലെഡ്ജർ എന്ന ബുക്കിലാണ്. ലെഡ്ജറിൽ ഓരോ ബിസിനസ് ട്രാൻസാക്ഷനും അത് ഏത് നാച്ചുറലുള്ളതാണോ അതായത് ഏതുമായി ബന്ധപ്പെട്ടതാണോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഹെഡിൻ്റെ അണ്ടറിൽ നമ്മൾ സോർട്ട് ചെയ്യുന്നു. അതായത് പർച്ചേസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ പർച്ചേസ് എന്ന
അക്കൗണ്ടിൽ പർച്ചേസ് അക്കൗണ്ട് എന്നതിൻ്റെ അണ്ടറിലായി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. സെയിൽസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സെയിൽസ് അക്കൗണ്ട് എന്ന ഹെഡിന് അണ്ടറിലായി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ അക്കൗണ്ട് എന്നൊരു ടേമിനെ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം. ഇറ്റ്സ് എ സമ്മറി ഓഫ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ ഹെഡ് അറ്റ് എ പ്ലേസ്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഒരുപാട് ട്രാൻസാക്ഷൻസിന് അവിടെ നമ്മുടെ സൗകര്യത്തിനായി ഓരോ ഹെഡ്സുമായി റിലേറ്റഡ് ആയ കാര്യങ്ങൾ ഒരു പ്ലേസിൽ, അതായത് ഒരു സ്ഥലത്ത് ഒരു ഹെഡുമായി റിലേറ്റഡ് ആയത് ഒരു സ്ഥലത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് ഒരു സമ്മറി ഫോമിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ആ ഹെഡിന് നമ്മൾ എന്ത് പറയുന്നു? അക്കൗണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. മുകളിലായി ഏതാണ് അക്കൗണ്ട്? ഉദാഹരണമായി ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട് എന്നുള്ളതായിരിക്കും അക്കൗണ്ടിന്റെ പേര്. രണ്ട് സൈഡുകളാണ് അക്കൗണ്ടിനുള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ പറയുന്നത് ഡെബിറ്റ് സൈഡ് എന്നുള്ളതാണ്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡ് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റൂൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി തുടർന്നുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടൻസി, അക്കൗണ്ടിങ്, അക്കൗണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. സാധാരണ പല ആളുകളും ധരിച്ചു വെച്ചിട്ടുള്ളത് ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും ഒന്നാണ് എന്നുള്ളതാണ്. എന്നാൽ ഒരു കൊമേഴ്സ് സ്റ്റുഡൻസ് എന്ന നിലക്ക് നമ്മൾ തീർച്ചയായിട്ടും ബുക്ക് കീപ്പിംഗ്, അക്കൗണ്ടിങ് നമ്മൾ ഡിഫറൻസ് കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് നമുക്ക് നോക്കാം. ബുക്ക് കീപ്പിംഗ് എന്നൊരു ടേം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രണ്ട് വേർഡ്സിന്റെ കോമ്പിനേഷനാണ്, ബുക്ക് പ്ലസ് കീപ്പിംഗ്. ബുക്ക് എന്ന ടേം കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നാണ്. അതുപോലെ കീപ്പിംഗ് എന്ന ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ്റനൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ എന്നുമാണ്. ഇതിൽ നിന്നും ബുക്ക് കീപ്പിംഗ് എന്നുള്ളതിൻ്റെ മീനിങ് നമുക്ക് ഇങ്ങനെ പറയാം. ബുക്ക് കീപ്പിംഗ് ഈസ് എ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് correctly recording in books of accounts all those business transactions that results in transfer of money or money's worth. ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെയും ആ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കറക്റ്റായി റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റായി റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് പ്രകാരം എങ്ങനെയാണോ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത് ആ തരത്തിൽ ആ ട്രാൻസാക്ഷനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. കാർട്ടറാണ് ഈ ഡെഫിനിഷൻ ബുക്ക് കീപ്പിംഗിന് നൽകിയിട്ടുള്ളത്. ബുക്ക് കീപ്പിംഗ് എന്നുള്ളത് ഒരു മെക്കാനിക്കൽ ടാസ്ക് ആണ്. ഇവിടെ എന്തൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബുക്ക് കീപ്പറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി കളക്ഷൻ ഓഫ് ബേസിക് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. ഒരു ബുക്ക് കീപ്പർ ആദ്യമായി ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബേസിക് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ്, അതായത് ബിസിനസ്സിൻ്റെ നേച്ചറിനനുസരിച്ച് എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ് ആ ബുക്ക് കീപ്പർക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമതായി ഐഡന്റിഫിക്കേഷൻ ഓഫ് ഈവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് വിത്ത് ഫൈനാൻഷ്യൽ ക്യാരക്ടർ. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ എക്കണോമിക് ട്രാൻസാക്ഷൻസിനെയും ഒരു ബുക്ക് കീപ്പർ ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഒരു പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ എക്കണോമിക് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യേണ്ടതും ഒരു ബുക്ക് കീപ്പറാണ്. മൂന്നാമതായി മെഷർമെന്റ് ഓഫ് എക്കണോമിക് ട്രാൻസാക്ഷൻസ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് നമ്മൾ നേരത്തെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞ പോലെ എന്തൊക്കെയാണോ എക്കണോമിക് ട്രാൻസാക്ഷൻസ് അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായി അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ എത്രയാണോ അതിൻ്റെ വാല്യൂ, മോണിറ്ററി വാല്യൂ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. നാലാമതായി റെക്കോർഡിംഗ് ഫൈനാൻഷ്യൽ എഫക്ട്സ് ഓഫ് എക്കണോമിക് ട്രാൻസാക്ഷൻസ് ഇൻ ഓർഡർ ഓഫ് ഇറ്റ്സ് അക്കറൻസ്. അതായത് നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത അതിനുശേഷം എത്രയാണോ വാല്യൂ അത് മെഷർ ചെയ്ത അത്തരത്തിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷൻസിനെ അവ എന്നാണോ ബിസിനസ്സിൽ അക്വയർ ചെയ്യുന്നത്, അതായത് ഡേറ്റ് വൈസ് എന്നാണോ അത് സംഭവിക്കുന്നത് ആ ഓർഡറിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് പ്രൈമറി എൻട്രി എന്നറിയപ്പെടുന്ന ജേണൽ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ, അത്തരം ബുക്സിൽ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതായി ക്ലാസിഫയിങ് എഫക്ട്സ് ഓഫ് എക്കണോമിക് ട്രാൻസാക്ഷൻസ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജേണലിൽ റെക്കോർഡ് ചെയ്ത അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണലിൽ റെക്കോർഡ് ചെയ്ത അത്തരം ട്രാൻസാക്ഷൻസിനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. ലെഡ്ജർ പോസ്റ്റിംഗ് എന്നുള്ളതാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനമായി പ്രിപ്പയറിംഗ് ഓർഗനൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് നോൺ ആസ് ട്രയൽ ബാലൻസ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓരോ ട്രാൻസാക്ഷനെയും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു അക്കൗണ്ടിംഗ് പീരീഡിന്റെ അവസാനത്തിൽ ഓരോ ലെഡ്ജേഴ്സും
നമ്മൾ ബാലൻസ് ചെയ്ത് ആ ബാലൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ഓർഗനൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. അതാണ് ട്രയൽ ബാലൻസ്. ഓരോ ലെഡ്ജേഴ്സിനെ ബാലൻസ് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ് എന്നുള്ളത്. ഈ സ്റ്റെപ്പോട് കൂടിയാണ് ബുക്ക് കീപ്പിംഗ് എന്ന പ്രോസസ്സ് അവസാനിക്കുന്നത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് മുതൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് വരെയാണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ള പ്രോസസ്സ്. ഓരോ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോഴും ആ ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന സോഴ്സ് ഡോക്യുമെന്റ്, അതായത് ആ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ളത് തെളിയിക്കുന്ന ഒരു രേഖ ബിസിനസ്സിൽ ബുക്ക് കീപ്പർ സൂക്ഷിച്ചിട്ടുണ്ടാവണം. അത്തരത്തിലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി ക്യാഷ് പേയ്മെന്റ് വൗച്ചർ. ഒരു ബിസിനസ് ആ ബിസിനസ്സിൽ നിന്നും ആർക്കെങ്കിലും ക്യാഷ് പേയ്മെന്റ്സ് നടത്തുകയാണെങ്കിൽ ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ക്യാഷ് പേയ്മെന്റ് വൗച്ചർ എന്നുള്ളത്. കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്ന ആളും അതേപോലെ തന്നെ റിസീവ് ചെയ്യുന്ന ആളും സൈൻ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ആയിരിക്കും ക്യാഷ് പേയ്മെന്റ് വൗച്ചർ. അതേപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ള സീരിയൽ നമ്പേഴ്സും ഈ ഡോക്യുമെന്റിന് ഉണ്ടായിരിക്കും. മറ്റൊരു ഡോക്യുമെന്റ് ആണ് ക്യാഷ് റെസീപ്റ്റ് വൗച്ചർ. ബിസിനസ്സിന് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്നും ക്യാഷ് ഇങ്ങോട്ട് കിട്ടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ക്യാഷ് റെസീപ്റ്റ് വൗച്ചേഴ്സ് അല്ലെങ്കിൽ റെസീപ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. മറ്റൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ് ബാങ്ക് പേയ്മെന്റ് വൗച്ചർ. ബിസിനസ്സിൽ നിന്നും എന്തെങ്കിലും പേയ്മെന്റ്സ് ചെക്ക് വഴിയോ മറ്റോ ബാങ്ക് വഴിയാണ് നടത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണ് നമ്മുടെ ക്യാഷ് പോകുന്നതെങ്കിൽ ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വൗച്ചറാണ് ബാങ്ക് പേയ്മെന്റ് വൗച്ചർ എന്നുള്ളത്. മറ്റൊരു ഡോക്യുമെന്റ് ആണ് ബാങ്ക് റെസീപ്റ്റ് വൗച്ചർ. ക്യാഷിന് പകരം ചെക്കായോ മറ്റോ നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്നെല്ലാം പേയ്മെന്റ് നമ്മൾ റിസീവ് ചെയ്യുന്ന സമയത്താണ് ബിസിനസ് ബാങ്ക് റെസീപ്റ്റ് വൗച്ചർ പ്രിപ്പയർ ചെയ്യുക. ബിസിനസ്സിലെ മറ്റൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ് ജേണൽ വൗച്ചർ. ഫിക്സ്ഡ് അസറ്റുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ്, ഡിപ്രീസിയേഷൻ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് എൻട്രീസ്, അതുപോലെ തന്നെ കറക്ഷൻ എൻട്രീസ്, ഇത്തരം കാര്യങ്ങളെല്ലാം ജേണൽ വൗച്ചറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതുപോലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ബിസിനസിന്റെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്നറിയപ്പെടുന്ന ജേണൽ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണൽ, ഇതെന്താന്നുള്ളതൊക്കെ നമ്മൾ മറ്റുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യും. അത്തരം ബുക്സിൽ റെക്കോർഡ് ചെയ്ത് അതിനുശേഷം അത് ഏത് ലെഡ്ജറുമായാണോ ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ആ ലെഡ്ജേഴ്സ് ബാലൻസ് ചെയ്ത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ബുക്ക് കീപ്പിംഗ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്നാണ് അക്കൗണ്ടിംഗ് ആരംഭിക്കുന്നത്. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യമായി ബുക്ക് കീപ്പിങ്ങിൻ്റെയും അക്കൗണ്ടിങ്ങിൻ്റെയും ഔട്ട്പുട്ടുകൾ തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ബുക്ക് കീപ്പിങ്ങിൻ്റെ ഔട്ട്പുട്ടിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം: ഔട്ട്പുട്ട് ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ഇൻപുട്ട് ഫോർ അക്കൗണ്ടിങ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയാണോ ബുക്ക് കീപ്പിംഗ് അവസാനിക്കുന്നത് അവിടെയാണ് അക്കൗണ്ടിങ് തുടങ്ങുന്നത്. ബുക്ക് കീപ്പിങ്ങിൻ്റെ ഔട്ട്പുട്ടായി കിട്ടുന്നതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇത് ഇൻപുട്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം അക്കൗണ്ടിങ്ങിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം: ഔട്ട്പുട്ട് ഓഫ് അക്കൗണ്ടിങ് പെർമിറ്റ് ഇൻഫോംഡ് ജഡ്ജ്മെന്റ്സ് ആൻഡ് ഡിസിഷൻസ് ബൈ ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഔട്ട്പുട്ട് ഒരിക്കലും ബുക്ക് കീപ്പിംഗ് തിരിച്ചതിൻ്റെ ഇൻപുട്ടായി യൂസ് ചെയ്യുന്നില്ല. പകരം ഇത് ഉപയോഗപ്പെടുത്തുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കുന്ന അതിൻ്റെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള അവരുടെ ഡിസിഷൻസ് എടുക്കാൻ ആവശ്യമായ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഔട്ട്പുട്ട് ഉപയോഗിക്കുന്നത്. ഇനി ബുക്ക് കീപ്പിങ്ങിൻ്റെയും അക്കൗണ്ടിങ്ങിൻ്റെയും പർപ്പസിനെ ബേസ് ചെയ്ത് അവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ബുക്ക് കീപ്പിങ്ങിൻ്റെ പർപ്പസിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം: പർപ്പസ് ഓഫ് ബുക്ക് കീപ്പിംഗ് is to keep systematic record of transactions and events of financial character in order of its occurrence. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെയും ഈവൻസിൻ്റെയും ഡേറ്റ് വൈസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ബുക്ക് കീപ്പിങ്ങിൻ്റെ പർപ്പസായി നമ്മൾ കാണുന്നത്. അതേസമയം അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം: Purpose of accounting is to find result of operating activity of business and to report financial strength of business. അതായത് ഒരു ബിസിനസ്സിൽ അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് എന്നുള്ളത് ആ ബിസിനസ്സിലെ ബുക്ക് കീപ്പിങ്ങിൽ നിന്നും അക്കൗണ്ടിങ്ങിന് കിട്ടുന്ന ഇൻപുട്സിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ റിസൾട്ട്, അതായത് ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതും അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തും കണ്ടെത്തുക എന്നുള്ളത്. ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിനെ ഓൺ ചെയ്യുന്ന അസറ്റ്സും അതായത് ബിസിനസ് ഓൺ ചെയ്യുന്ന ലയബിലിറ്റീസുമാണ്.
മറ്റൊരു ഡിഫറൻസ് ആയി നമുക്ക് ഇങ്ങനെ പറയാം. ബുക്ക് കീപ്പിംഗ് ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് അക്കൗണ്ടിങ്. അറ്റ് ദ സെയിം ടൈം അക്കൗണ്ടിങ് ഈസ് കൺസിഡേർഡ് ആസ് ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബുക്ക് കീപ്പിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ് അക്കൗണ്ടിങ്ങിന് ഇൻപുട്ടായി യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ബുക്ക് കീപ്പിങ്ങിനെ അക്കൗണ്ടിങ്ങിന് ഒരു ഫൗണ്ടേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അതേസമയം നമ്മൾ അക്കൗണ്ടിങ്ങിനെ കാണുന്നത്, നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന അക്കൗണ്ടിങ് നമ്മൾ കാണുന്നത് അത് ബിസിനസ്സിൻ്റെ ഒരു ലാംഗ്വേജ് ആയിട്ടാണ്. ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. അടുത്തതായി, ഒരു ബിസിനസ്സിൽ ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും ആരാണ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. ബുക്ക് കീപ്പിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ജൂനിയർ സ്റ്റാഫ്. അതായത് ബുക്ക് കീപ്പിംഗ് എന്നത് ക്ലറിക്കൽ വർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിലെ ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളാണ് ബുക്ക് കീപ്പിംഗ് എന്ന പ്രോസസ്സ് ചെയ്യുന്നത്. അതേസമയം അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്കിങ്ങനെ പറയാം. അക്കൗണ്ടിങ് ഈസ് ഡൺ ബൈ സീനിയർ സ്റ്റാഫ് വിത്ത് സ്കിൽ ഓഫ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ബുക്ക് കീപ്പിങ്ങിനേക്കാൾ കൂടുതൽ നോളജ് ആവശ്യമായിട്ടുള്ള ഒരു ഫീൽഡാണ് അക്കൗണ്ടിങ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലെ സീനിയർ സ്റ്റാഫായിട്ടുള്ള ആളുകളാണ് നമ്മുടെ അക്കൗണ്ടിങ് എന്ന പ്രോസസ്സിലേക്ക് വരുന്നത്. CA അല്ലെങ്കിൽ CMA പോലുള്ള കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള നോളജ് ഉള്ള ആളുകളായിരിക്കും അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ടാവുക. ഇനി ബുക്ക് കീപ്പിങ്ങിൻ്റെയും അക്കൗണ്ടിങ്ങിൻ്റെയും ഒബ്ജക്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവ തമ്മിലുള്ള ഡിഫറൻസ് പരിശോധിക്കുകയാണെങ്കിൽ, ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പറയാം. Objects of bookkeeping is to summarize the cumulative effect of all economic transactions of business for a given period by maintaining permanent record of each business transaction with its evidence and financial effects on accounting variable. അതായത് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റായി നമ്മൾ കാണുന്നത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ അവയുമായി ബന്ധപ്പെട്ട എവിഡൻസിൽ നിന്നും, അതായത് എവിഡൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, പേയ്മെന്റ് വൗച്ചേഴ്സ്, അതേപോലെ തന്നെ റെസീപ്റ്റ് വൗച്ചേഴ്സ്, അതേപോലെ ജേണൽ വൗച്ചർ, ഇതുപോലുള്ള എവിഡൻസിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അവ എന്ത് ഫൈനാൻഷ്യൽ എഫക്റ്റ് ആണോ ബിസിനസ്സിൽ ഉണ്ടാക്കുന്നത് ആ കാര്യങ്ങളുടെ ബേസിൽ ബിസിനസ്സിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്ത് ഒരു പെർമനന്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുകയും അവയുടെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ പോലുള്ള സമ്മറൈസേഷനുമാണ് നമ്മൾ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നത്. അതേസമയം അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ഒബ്ജക്റ്റ് ഓഫ് അക്കൗണ്ടിങ് ഈസ് നോട്ട് ഓൺലി ബുക്ക് കീപ്പിംഗ് ബട്ട് ഓൾസോ അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് റിപ്പോർട്ടഡ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ ഇൻഫോർമഡ് ഡിസിഷൻ. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റീവിനേക്കാൾ ഒന്നുകൂടി വൈഡ് ആയിട്ടുള്ള ഏരിയയാണ്. നമ്മൾ പറയാൻ കാരണം, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് AICPയുടെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സെമറൈസിങ്, അങ്ങനെ തുടങ്ങുന്ന ഡെഫിനേഷൻ. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡിങ്ങും ക്ലാസിഫൈങ്ങും ഒക്കെ. ഇതേ കാര്യങ്ങൾ ബുക്ക് കീപ്പിങ്ങിൻ്റെ ഫംഗ്ഷനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ബുക്ക് കീപ്പിങ്ങിൻ്റെ ഫംഗ്ഷനായിട്ടുള്ള റെക്കോർഡിങ് ക്ലാസിഫൈയും എല്ലാം അക്കൗണ്ടിങ്ങിൻ്റെ കൂടി ഭാഗമാണെന്നിരിക്കെ അതിനേക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ ബുക്ക് കീപ്പിങ്ങിനേക്കാൾ ഉപരിയായിക്കൊണ്ട് അത്തരം റെക്കോർഡ് ചെയ്ത ക്ലാസിഫൈ ചെയ്ത ഇൻഫർമേഷനെ അനലൈസ് ചെയ്ത് അത്തരം കാര്യങ്ങളെ അക്കൗണ്ടിങ് യൂസേഴ്സിന്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഡിസിഷൻ എടുക്കാൻ പാകത്തിൽ അത്തരം കാര്യങ്ങൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവാണ് അക്കൗണ്ടിങ്ങിനുള്ളത്. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അക്കൗണ്ടിങ്ങും അക്കൗണ്ടൻസി, അക്കൗണ്ട്, ഈ 3 ടേംസ് തമ്മിലുള്ള ഡിഫറൻസുകൾ അവ ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്നില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മണ്ണാർക്കാട് MES കല്ലടി കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയുടെ സപ്പോർട്ടിംഗ് സെൻ്റർ ആയിട്ടുള്ള ICMSമായി സഹകരിച്ച് നടത്തുന്ന CMA കോച്ചിങ് ക്ലാസ്സിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ +2 കംപ്ലീറ്റ് ചെയ്തതോ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്.